ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയa'srecipes. അപ്പോൾ ഞാൻ മണിക്കടല കൊണ്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ലഡു ആണ് കാണിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ രുചിയിൽ നമുക്ക് നല്ല ലഡു വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ ഇത് ഒരുപാട് ഹെൽത്തി ആണെന്ന് ഞാൻ പറയണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ അധികം ചേരുവകളൊന്നും വേണ്ട, കുറച്ച് കടലയും കുറച്ച് പഞ്ചസാരയും കുറച്ച് നെയ്യും മാത്രം മതി ഇതുണ്ടാക്കാൻ. ഇതുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തിട്ട് എത്ര ദിവസം വേണമെങ്കിൽ വെക്കാം, കേടുവരുമൊന്നുമില്ല. അപ്പോൾ എത്ര കഴിച്ചാലും മതിയാവാത്ത ഈ ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടായ കടായിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് കടലയാണ് ഇടുന്നത്. അപ്പോൾ ഈ കടല നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇത് വറുത്തെടുക്കുക. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അത് വെച്ചിട്ട് എവിടെയും പോവരുത്. അപ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, കരിയരുത്. അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റണം, ആ ഒരു രീതിയിൽ വേണം ഇത് വറുത്തെടുക്കാൻ. വല്ലാതെ കുറേ അങ്ങോട്ട് ബ്രൗൺ നിറമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ വറുത്ത് കഴിയുമ്പോൾ ഇതിന് നല്ലൊരു മണം വരാൻ തുടങ്ങും. നമ്മൾ സാധാരണ കടലയൊക്കെ വറുക്കുമ്പോൾ ഒരു മണം വരില്ല, അതിൻ്റെ ആ ഒരു മണം വരാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു പാകമാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ കുറേ സമയമൊന്നും എടുക്കില്ല ഇത് വറുത്തെടുക്കാൻ. പിന്നെ ഇത് വറവ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പൊടിച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ വറുത്തെടുക്കുക. അപ്പോൾ ഇത് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടല ഒന്ന് കടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് പൊട്ടുന്നുണ്ടെങ്കിൽ ആ പാകം മതി, അല്ല ചതയുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുക, അത്രേ വേണ്ടൂ, ഓവറായിട്ട് വറുക്കണ്ട. ഇപ്പോൾ ഇതാ ഞാനിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഇനി ഇത് ഒന്ന് തണുത്തതിൻ്റെ ശേഷം ഈ കടായിൽ തന്നെ ഇങ്ങനെ ഇരുന്നോട്ടെ. ഇനി നമുക്കിത് ഒന്ന് തണുത്തതിൻ്റെ ശേഷം ഇത് ഒരു തരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഫൈൻ പൗഡർ ആക്കരുത് കേട്ടോ, ഫൈൻ പൗഡർ ആക്കില്ല ലഡു ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ തരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു തരിപ്പ് ഫീൽ ചെയ്യണം. ആ പൊടി തൊടുമ്പോൾ ഒരു തരിപ്പ് ഫീൽ ചെയ്താൽ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നെയ്യും കുറച്ച് എണ്ണയും, അതായത് റിഫൈൻഡ് ഓയിലും മിക്സ് ചെയ്തിട്ടും ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറേ അങ്ങോട്ട് നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഞാൻ പൊടിച്ചെടുത്തത് ഇത് ലെവൽ ചെയ്തിട്ടാണ് ഞാനൊരു കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ 1 കപ്പ് പൊടിയാണ് അപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾ പൊടിക്കുമ്പോൾ കൂടുതൽ പൊടി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നെയ്യ് കൂടുതൽ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് ലെവൽ ചെയ്തിട്ടാണ് പൊടിച്ച പൊടിയിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. കുറച്ചൊക്കെ ഒരു സ്പൂണൊക്കെ ബാക്കി വന്നിട്ടുള്ളൂ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർക്കുക, അതിനനുസരിച്ച് നെയ്യ് കൂടുതൽ ചേർത്താൽ മതി. ഇനി ഈ നെയ്യിലിട്ടിട്ട് ഇതൊന്ന് വറുക്കുക. ഇപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഈ നെയ്യിലിട്ടിട്ട് ഈ വറവ് അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയൊക്കെ വളരെ ഈസിയാണ്. നമ്മളിത് വറക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വറക്കാൻ, അത് പൊടിയല്ലേ അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു 20-25 മിനിറ്റ് എടുക്കും കേട്ടോ അത് വറുത്ത് വരാൻ. ഇതിൻ്റെ ആ മനസ്സിലാവുന്ന പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല മണം വരും. നമ്മൾ നെയ്യിൽ വറുക്കുമ്പോൾ ആ നല്ല മൂത്ത മണം വരും, അതാണ് ഇതിൻ്റെ ആ പരുവം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കളർ കിട്ടണ്ടേ. പിന്നെ ഈ കറുത്ത കടലയാവും കാരണം അതിൻ്റെ തൊലിയും കൂടി ഉള്ള കാരണം അപ്പോൾ അതിന് അത്ര ഒരു ആ ബ്രൈറ്റ്നെസ് അതിന് കിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളു കളറ് ചേർക്കാം, പക്ഷേ നമ്മൾ ഈ ലഡുവിന് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് വറുത്തെടുക്കുക, അത് ശ്രദ്ധിക്കുക. ഈ വറുത്തെടുക്കുമ്പോൾ മാത്രം നമ്മൾ കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു സ്പൂണും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം ഇപ്പോൾ ഒരു 1/4 കപ്പ് നെയ്യാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. 1 കപ്പ് പൊടി ആണ് എടുത്തിരിക്കുന്നത്, അതിന് 1/4 കപ്പ് നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആ കണക്ക് പറയാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് 1 കപ്പ് പൊടി തന്നെ ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര പൊടിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കപ്പ് അളവിൽ എടുത്തിട്ട് നെയ്യിൻ്റെ അളവ് കണക്കാക്കി എടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് പകുതി നെയ്യും പകുതി റിഫൈൻഡ് ഓയിലും ഒഴിച്ചിട്ടും ഇതങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നെയ്യിൽ ഉണ്ടാക്കിയാലാണ് ഇതിന് ലഡുവിന് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ആ നെയ്യിൽ വറുത്ത ഒരു മണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മണമാണ്. അതിൻ്റെ ടേസ്റ്റും വളരെയധികം വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ചില ആൾക്കാർക്കൊന്നും അങ്ങനെ നെയ്യിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്തോളൂ.
പിന്നെ അല്ലെങ്കിൽ പകുതി നെയ്യ് പകുതി ഓയിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഓയിലെന്ന് പറഞ്ഞാൽ റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഏതായാലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, ഇത് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇത് കളറ് മാറും. അതുപോലെ തന്നെ നല്ല മൂത്ത മണം വരും കേട്ടോ. ഒരു 20-25 മിനിറ്റ് എന്തായാലും എടുക്കും. ആ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അപ്പോൾ നല്ല മണം വരാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു പരുവാണ്. പിന്നെ ഇങ്ങനെ ഇതിൻ്റെ മീതെന്ന് ആ നെയ്യ് ഇങ്ങനെ ഒരു വിട്ട് വരുന്ന ആ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. നെയ്യ് ഇങ്ങനെ മീതെ. അപ്പോൾ ആ ഒരു ഇത് കുറേ കാണാൻ പറ്റില്ല, നമ്മൾ അത്രയ്ക്ക് അധികം ഒന്നും നെയ്യ് ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതായിട്ട് ആ നെയ്യിൻ്റെ മയം ഇങ്ങനെ അതിൻ്റെ മീതെ നമുക്കിങ്ങനെ കാണുന്നുണ്ടാവും. ആ ഒരു പരുവായി കഴിഞ്ഞാൽ ഇതായി എന്നാണ് അർത്ഥം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആദ്യമേ പൊടിച്ചു വെച്ച ഫൈൻ പൗഡർ ആണെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ഒരു 25 മിനിറ്റ് നെയ്യിൽ വറുത്തതിൻ്റെ ശേഷം ഇതേപോലെ ഒരു കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. അതായത് ഒരു 2-3 സ്പൂണ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഗ്രെയിൻസ് തന്നെ വരും, ആ തരിതരിപ്പായിട്ടുള്ളത് തന്നെ വരും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് തരിതരിപ്പായിട്ടുള്ള പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ചെയ്താലും നല്ലതാണ്, രണ്ടായാലും പ്രശ്നമില്ല. ഫൈനായിട്ടുള്ള പൗഡർ ആണെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യണം വെള്ളം, അപ്പോൾ നന്നായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ വെള്ളം തിളച്ചതിൻ്റെ ശേഷം പിന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഫൈൻ പൗഡർ ആണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം കേട്ടോ. അതിന് ശേഷം നട്ട്സ് ചേർക്കാം. ഞാൻ കുറച്ച് കാഷ്യൂ നട്ടും കുറച്ച് ബദാമും ക്രഷ് ചെയ്ത് ചേർക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നട്ട്സ് ഇല്ലാതെ ഇതുണ്ടാക്കാം. നട്ട്സ് ഉണ്ടെങ്കിൽ ചേർക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിരിക്കണു. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് കൈകൊണ്ട് തൊടാവുന്ന ചൂടാവുമ്പോൾ നമുക്കിത് ലഡു ഉണ്ടാക്കിയെടുക്കണം, തണുക്കാൻ പാടില്ല. അപ്പോൾ ഇത് ചെറിയൊരു ചൂടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, പൊടിച്ചതിന് ശേഷം 1 കപ്പാണ് കേട്ടോ. അതിലേക്ക് ഒരു 2-3 ഏലക്ക ചേർത്തിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏലക്കയും കൂടി വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഏലക്ക പൊടി വേറെ ചേർത്താലും മതി. ഇതും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാവുക കാരണം പെട്ടെന്ന് ഈ നെയ്യ് കട്ടയാവും. അത് കാരണം എനിക്കിത് കുറച്ചൊരു ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുക കാരണം ഞാൻ 1 സ്പൂണ് ഉരുക്കിയ നെയ്യ് ഇതിൽ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് ചേർത്താൽ മതി. നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ഉരുക്കിയ നെയ്യ് 1-2 സ്പൂണ് ചേർത്തിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് ഉരുട്ടിയെടുക്കുക ശരിയാവില്ല. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇടുന്ന സമയത്ത് അത് കുറച്ച് ചൂടുണ്ടായിരിക്കണം, അങ്ങനെ ആകുമ്പോഴാണ് പഞ്ചസാര. ഇപ്പോൾ 1 കപ്പ് മാവ് കൊണ്ട് തന്നെ ഒരു 10 മുതൽ 12 വരെ, ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണെന്ന് വെച്ചാൽ ഒരു 10 എണ്ണം ഉണ്ടാക്കാം. ഒരു മീഡിയം സൈസുള്ളതാണെങ്കിൽ ഒരു 12 എണ്ണം വരെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മിക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ആയിട്ട് പോലെ തോന്നും, പക്ഷേ ഇത് കണ്ടില്ലേ, ഇത് ഉരുട്ടി വരുമ്പോൾ ഇതിൻ്റെ മീതെ കണ്ടില്ല നെയ്യിൻ്റെ മയം, ഇതിങ്ങനെ നല്ല മയത്തിൽ നമുക്ക് എളുപ്പമായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ചൂടോടെ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ചെറു ചൂടോടെ തന്നെ നമ്മളിത് പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പഞ്ചസാര നല്ല പൊടിഞ്ഞ പഞ്ചസാര ആയിരിക്കണം, പഞ്ചസാരയിൽ ഒട്ടും ക്രിസ്റ്റൽസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ 1 കപ്പ് കടലമാവ് കൊണ്ട് ഒരു 10 വലിയ ലഡുവാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 12 എണ്ണം വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇതിൻ്റെ മീതെ ഓരോ പിസ്തയാണ് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കേണ്ടൊക്കെ ആവശ്യത്തിനാണ് കേട്ടോ. നിങ്ങളിപ്പോൾ അതൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിൻ്റെ ഉള്ളിൽ നട്ട്സ് ചേർക്കാനുണ്ടെങ്കിൽ നട്ട്സ് ചേർക്കാം. നട്ട്സ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ബൈറ്റൊക്കെ കിട്ടും നമ്മൾ കഴിക്കുമ്പോൾ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ കടലമാവ് കൊണ്ടുള്ള ലഡു നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്, വളരെ ന്യൂട്രീഷ്യസുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പെട്ടെന്നൊന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്